സോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദ ഫ്യൂരിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോങ്കോങ് ആക്ഷൻ പടം അല്ലേ. നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഫണ്ടമെന്റൽസ് പൂർണ്ണമായും അറിയില്ല. നമ്മുടെ അടുത്തൊരു സുഹൃത്ത് കൊറിയോഗ്രാഫർ മിസ്റ്റർ ജിതിൻ വക്കച്ചൻ, അദ്ദേഹം ഈ പടത്തിന്റെ കണ്ടിട്ട് സ്റ്റാറ്റസ് കണ്ടു. അപ്പം നമ്മൾ ഓൾറെഡി ഈ പടത്തിന്റെ ടീസർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇത് ആക്ഷൻ പടമാണ്, നമുക്കറിയാലോ. ഇത് ഫുൾ ആ ടീസറിൽ ഫുൾ പടമുണ്ട്. ഏതാ ഫുൾ പടം ഞാൻ ഓർക്കുന്നില്ല. ടീസറിനകത്ത് മറ്റേ ഇവരുടെ സ്ഥിരം ടെംപ്ലേറ്റില്ല കട്ട് ചെയ്യുന്നത്. അതായത് ഈ പടത്തിന്റെ ഓർഡറിൽ കട്ട് ചെയ്യുന്നു, ഫൈറ്റ്. അപ്പോൾ അങ്ങനെ കണ്ട് നമ്മൾ വിട്ടു. പിന്നെ ഇത് ഇന്ന് നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ പറഞ്ഞത് കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച്, അതായത് നമ്മൾ എങ്കൽ തങ്കം കണ്ടതിന് ശേഷം ശ്രീധറിൽ നിന്ന് തിരിച്ച് ആലപ്പുഴയ്ക്ക് വരികയാണ്. വന്നുകൊണ്ടിരിക്കുന്ന വഴിയിലാണ് ആലപ്പുഴയിൽ ഈ പടം റിലീസായെന്ന് അറിയുന്നതും 9:30 ഷോ ഉണ്ട്, ഷോയ്ക്ക് ആളുണ്ട് എന്നറിയുന്നതും വെച്ച് പിടിച്ച് വന്ന് നമ്മൾ 9:30 ഷോയും കണ്ടിട്ടാണ് നമ്മുടെ ഈ വീഡിയോ എടുക്കുന്നത്. കോമഡി എന്താന്ന് വെച്ചാൽ എങ്കൽ തങ്കം ഒരു ആക്ഷൻ പടമാണെന്ന് ട്രെയിലറിൽ പറഞ്ഞിട്ട് ആക്ഷൻ നമുക്ക് കിട്ടിയില്ല. അതായത് നമ്മൾ ആക്ഷൻ പടം എന്ന് പറഞ്ഞാൽ എന്ത് നടക്കണം, അടി നടക്കണം. നമ്മള് കൊച്ചിയിൽ നിന്ന് വിട്ടപ്പോ പറഞ്ഞത് എടാ ഇത് ആക്ഷൻ പടമാകുമ്പോ അടി നടക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഫ്യൂരിയസിന്റെ ഷോ ഉണ്ട്. കേറി ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അടി തുടങ്ങിയതാ. പിന്നെ അത് നിന്നിട്ടില്ല. അടിച്ചടിച്ച് പോവുക അവര്. അതെ അടി എന്നൊക്കെ പറഞ്ഞാൽ പൊരിഞ്ഞ അടി. അതെ അത് എനിക്ക് ബേസിക്കലി പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനെ ഭയങ്കര ചിരിച്ചുകൊണ്ടിരിക്കുക. അതായതല്ലേ ഇത് ഭയങ്കര രസമുള്ള ഇടി. കഥയൊക്കെ സിമ്പിൾ പരിപാടി. ആദ്യത്തെ 10 മിനിറ്റ് കഥ പറഞ്ഞ് തീർക്കുക, പിന്നെ ഒന്നും ഇല്ല. പിന്നെ ഇങ്ങോട്ട് ഇടിയോട് ഇടിയ. ഈ ഓരോ ഫൈറ്റ് സീൻ കഴിയുമ്പോഴും പരിപാടി ഇങ്ങനെ മൂത്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ കൊറിയോഗ്രാഫിയിൽ വ്യത്യാസം വരുന്നു, ഓരോ പരിപാടികൾ പുതുതായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. എല്ലാ ഫൈറ്റ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാനുള്ളൊരു ശ്രമം നടക്കുന്നു. അങ്ങനെ ക്ലൈമാക്സ് എപ്പോഴും ഞാൻ എപ്പോഴും ചിന്തിച്ചു, ഒരുപാട് പടത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫൈറ്റ് സീക്വൻസ് ഭയങ്കര ഗംഭീരമായിട്ട് വന്നിട്ട് പിന്നീടെല്ലാം ഇങ്ങനെ കുറഞ്ഞു വരും. ഇത് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്കും പരിപാടികൾ കൂട്ടടി, ഏത് അവിടുന്ന് ഇവിടുന്നൊക്കെ അടി. അത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു പടം കണ്ടു തീർത്തപ്പോൾ. ഞാൻ ഹാപ്പിയാണ്. ഈ ടൈപ്പ് പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറെ കണ്ടു. എസ്പെഷ്യലി ടോണി ജായുടെയൊക്കെ സിനിമകൾ കണ്ടു തുടങ്ങിയ സമയത്ത് ഇപ്പം നമ്മൾ റെയ്ഡ് അങ്ങനെ കുറച്ചധികം പടങ്ങൾ, എനിക്കൊന്ന് മറ്റേ മാൻ ഫ്രം നൗവെയർ, അതുപോലെ തന്നെ കുറേ ഈ ലൈൻ ഓഫ് കുറേ പടങ്ങളുണ്ട്. ഇപ്പം നോ ടിയേഴ്സ് ഫോർ ദ ഡെഡോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചധികം പടങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ ഈ നെറ്റ്ഫ്ലിക്സിൽ ഈ ടെംപ്ലേറ്റിൽ കുറേ പടങ്ങൾ വന്നിട്ടുണ്ട്. ഈ വയലൻസ് പ്ലസ് ആക്ഷൻ. ഇതിൽ അത്രയും വയലന്റ് അല്ലെങ്കിൽ പോലും ഒരു സീക്വൻസ് ഒഴിച്ച് ആ ഒരു മറ്റേ വില്ലന്മാരും ഭാര്യയുടെ അച്ഛനും ഒക്കെ ആയിട്ടുള്ള സീക്വൻസ്, അതാണ് കുറച്ചധികം എനിക്ക് ബ്ലഡ് ഷെഡ് അധികം. അത് കൊറിയോഗ്രാഫ്ഡ് എന്ന് ഫീൽ അല്ലാതെ കുറച്ചുകൂടെ ഒരു. അപ്പൊ അതിലും ഈ പറഞ്ഞ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഇനിഷ്യലി മുതൽ നമ്മൾ മെയിൻ വില്ലൻ ക്യാരക്ടറെ കേൾക്കുമ്പോഴത്തേക്കും ഒരു പാവം ഒരു തന്നിപ്പുണ്ട്, അവൻ ഇങ്ങനെ ആളെ വെച്ച് തല്ലുന്നു. അവിടെ വില്ലന്റെ ക്യാരക്ടർ വില്ലനായി മാറുന്ന ഒരു സംഭവമുണ്ട്, വില്ലൻ. ആ സംഭവമൊക്കെ പെട്ടെന്ന് കണ്ടപ്പം വിരൽ കഴിക്കുന്ന സാധനം കണ്ടപ്പോഴത്തേക്ക് അതെ വിരലൊക്കെ കഴിക്കുമ്പോൾ ഇതെന്താ ഇത് ഇങ്ങനെ ചെയ്ത് കുഞ്ഞ് വിരലൊക്കെ കടിച്ചിരിക്കുക. പക്ഷെ അത് പടം ഇങ്ങനെ നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാനുള്ള സമയം തരുന്നില്ല. ഇവരും കഴിഞ്ഞു കഥ പറയാനുള്ള സമയമൊന്നുമില്ല. ഇടി തുടങ്ങിയ ഇടി തന്നെ. അത് മറ്റേ ഒബ്സെസ്ഡ് കാണാൻ പോയപ്പോൾ നമ്മളൊരു ഒബ്സെഷൻ കാണാൻ പോയപ്പം നമ്മൾ ഡിസ്കഷനിൽ പറയാതെ വിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ജോൺറ ഫിലിംസ് എന്ന് പറയാം. അത് നമ്മളൊരു അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് അതിൻ്റെ ഹൈലൈറ്റ് തന്നെ അതാ ജോണറിനകത്ത് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇന്ത്യയിൽ വളരെ കുറച്ചുള്ളൊരു സംഭവമാണ് ആ ഒരു ജോണറിനകത്ത് തന്നെ നിർത്തി കഥ പറയുക. എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ ജോണർ. അപ്പം ഈ ഒബ്സെഷൻ കണ്ടപ്പോൾ ചിലർക്ക് അതിനകത്ത് നെഗറ്റീവായി തോന്നിയ കാര്യം അതാ ജോണറിനകത്ത് മാത്രം നിൽക്കുന്നത്. അതായത് നമ്മൾ അമേരിക്കൻ ഹൊറർ മൂവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നൊരു ടെംപ്ലേറ്റ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും മികച്ചൊരു വേർഷനായിരുന്നു ഒബ്സെഷൻ. അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് കുറച്ചധികം കാലമായിട്ട് നല്ലൊരു അമേരിക്കൻ ഹൊറർ കിട്ടാത്ത പോലെ എന്ന് പറയുന്നില്ല. ഈ ഹോങ്കോങ് ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നൊരു ടെംപ്ലേറ്റ് ഉണ്ട്. ഈ പടം അതിനകത്ത് തന്നെ നിൽക്കുക. അത് തന്നെ ചിലർക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആവാം. നമുക്ക് അതിനകത്ത് നിൽക്കുന്ന ഗംഭീര ഒരു ഹോങ്കോങ് ആക്ഷൻ പടമാണ്. പക്ഷെ അതിനകത്ത് പുതുമയൊന്നുമില്ല. നമ്മൾ ഈ ആക്ഷൻ സീക്വൻസസ് ഗംഭീരമാണ്, പക്ഷെ ഈ കഥ പറച്ചിലോ ഒന്നുമില്ല. അതായത് ഇവർ ഈ പടത്തിനകത്ത് ആ നായകനായിട്ടും എല്ലാം വരുന്ന ആൾക്കാർ നല്ല രീതിയിൽ ഇത് അറിയാവുന്നവരാ. അവരിതിനു വേണ്ടി ട്രെയിൻഡ് ആകുന്നവരല്ല. അത് അവർക്ക് അറിയാവുന്ന ആൾക്കാരെ തന്നെ. ഇപ്പൊ ടോണി ജായെ പോലെ ടോണി ജായ്ക്ക് ഇത് അറിയാം. അല്ല എനിക്ക് പേഴ്സണലി ഇതിന്റെ ആക്ടേഴ്സിന്റെ ഒന്നും ഹിസ്റ്ററി ഒന്നും അറിയില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് മറ്റേ ആരൊക്കെ കൈയടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായത് ഇവര് ആക്ഷൻ ചെയ്യാൻ വരുന്നതാണ്, അവരെ കൊണ്ട് ആക്ഷൻ ചെയ്യിക്കുന്നു. കഥയൊന്നും പറയാൻ വലിയ താല്പര്യമില്ല. കഥ എപ്പോഴും ഫില്ലറാണ്. ഇപ്പം
എനിക്കെപ്പോഴും തോന്നാറുള്ളത് ആ ഫില്ലറിന് കുറച്ചുകൂടെ കാരണം കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ആക്ഷൻ പ്ലസ് ഒരു നല്ല കഥ ഇത് രണ്ടും കിട്ടിയാണ്. ഇതിപ്പം നമ്മൾ എന്താന്ന് വെച്ചാൽ ഗംഭീര ആക്ഷൻ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരിടത്ത് ഇത് ചെയ്തേ പറ്റും. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പൊ ജോൺ വിക്കിലും സെയിം ഫോർമാറ്റ് ആണ്. അവിടെ ഈ ആക്ഷൻ ആണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത് ഫസ്റ്റ്. പക്ഷെ ഈ ഫില്ലർ സീക്വൻസിൽ വളരെ ജനറിക് വില്ലൻ ടു ജനറിക് വില്ലന്റെ മകന്റെ അടുത്ത് പറയാം. പക്ഷെ ആ ഡയലോഗിൽ ഒരു ഹുക്കുണ്ട്, മനസ്സിലായി. അങ്ങനെ ഒരു മൊമെന്റ് ഇതിനകത്തില്ല. ഇൻഫാക്ട് ഇല്ലെന്ന് മാത്രമല്ല, ഇതിനകത്ത് കുറച്ചധികം ചിരി വന്ന അഭിനയ മുഹൂർത്തങ്ങളും സൈഡ് ക്യാരക്ടേഴ്സും ഇവരാരും തന്നെ അത്ര അഭിനയം ആക്ടിങ് വൈസ് നമുക്ക് അങ്ങനെ ഭയങ്കര പിന്നെ എനിക്ക് മനസ്സിലായി ഈ ഇംഗ്ലീഷ് പറയുന്നത് ഒറിജിനൽ അങ്ങനെയാണോ? ഒറിജിനൽ അങ്ങനെ അതിന്റെ വേറൊരു ഭാഷ പറയുന്നതിന്റെ ഒരു ഇവര് തമ്മിൽ സംസാരിക്കുമ്പോ ഇടയ്ക്ക് അവരുടെ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലാതെ ഡയറക്റ്റ് ബാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മൊത്തം ഇംഗ്ലീഷ്. അപ്പൊ ഇവരുടെ ഇംഗ്ലീഷ് നമുക്കൊരു ഡബ് ഫീലാ. ഏതാ ഡബിങ് പടങ്ങളുണ്ട്, ഈ പടങ്ങളെ ഇംഗ്ലീഷൊക്കെ ഡബ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മൂഡാണ്. അപ്പൊ അതുപോലെ ഡയലോഗ് ഡെലിവറി ഒക്കെ നമുക്ക് എങ്ങനെ കാണുമ്പോൾ അതിലൊന്ന് ഇടി തുടങ്ങി കിട്ടിയത്. ഞാനിങ്ങനെ ഇടിയിൽ ഇങ്ങനെ ഇരിക്കുക, ഇടി ഇടി ഇടിക്ക്. അപ്പൊ ഇടി എന്നൊക്കെ പറഞ്ഞാൽ നിലത്ത് കിടന്ന് എഴയുക, മറ്റേ ഇങ്ങനെ ഭീത്ത് ചുരുണ്ട് ഗ്രാപ്ലിംഗ് ആ സംഭവം കുറച്ചധികം ഉണ്ടാകും. ഇങ്ങനെ ആ പിടിച്ചുള്ള, അതായത് ഈ ബോഡിയിൽ നിന്ന് അകന്നുള്ള ഒരുപാട് പേരുള്ള എല്ലാരും ഇങ്ങനെ ചേർന്ന് അതിനകത്ത് കിടന്ന് അതെ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊറിയോഗ്രാഫി അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഈ ബാക്കിയുള്ള എലമെന്റ്സ് എടുക്കുവാണെങ്കിൽ ഈ അഭിനയം കുറച്ച് വർക്കായത് ആ മകളായിട്ട് ചെയ്ത ആ പെങ്കൊച്ചും പിന്നെ പുള്ളിക്കാരത്തിയെ വിളിച്ചുകൊണ്ട് ഒരു കൊച്ചു പയ്യനുണ്ടല്ലോ, അവര് രസമുണ്ടായിരുന്നു. പിന്നെ ഈ മ്യൂട്ടായിട്ട് അഭിനയിക്കുന്ന പുള്ളി രസമുണ്ടായിരുന്നു. മറ്റേ പുള്ളി ഓക്കെ ആയിരുന്നു, എനിക്ക് അത്രേ ഉള്ളു. പിന്നെ ഇവർക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ല, കണ്ടോണ്ടിരിക്കാൻ ഇവരെയൊക്കെ കണ്ടോണ്ടിരിക്കാൻ. മറ്റേ നമ്മൾ ജനറിക്കാണ് ഒന്നേ ഉള്ളു, ഇവരുടെ ആരെങ്കിലും ഒക്കെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്, അവരെ രക്ഷിക്കാൻ പോകണം, അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്തെന്ന് പറയുന്നില്ല, എന്നാലും ഇങ്ങനത്തെ കഥകളിൽ ആക്ച്വലി ലാസ്റ്റ് ആയിരിക്കും ഈ പെങ്കൊച്ചിനെ കണ്ടെത്തുന്നത്. അതിനു പകരം മിഡ് പോയിന്റ് എത്തുമ്പം കണ്ടെത്തി രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു പോലീസ് സ്റ്റേഷനിലാണ് ബാക്കി പരിപാടി. അതൊരു രസകരമായ ഒരു ചെറിയ ഷിഫ്റ്റ്, ഭയങ്കര ഔട്ട് ഓഫ് ദി ഓർഡിനറി പരിപാടി ഒന്നുമില്ല. പിന്നെ ആ ഫാദർ ഡോട്ടർ ഡ്യൂ ഒരു ചെറിയ പരിപാടി, എനിക്കത് കുറച്ചും കൂടെ ആ സാധനം വേണമെന്ന് തോന്നി. അതായത് അച്ഛന്റെ തോളത്തിരുന്നിട്ട് ചുറ്റി വെച്ച് മകളടിക്കുന്ന, മാത്രമല്ല ബൈക്കേ പോകുന്ന ഒരു സീക്വൻസ്, മകളാണ് പുറത്ത് ആ സാധനത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ. അതായത് അത് കുറച്ചുകൂടെ ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട് അത് വരുന്നത്. കാര്യം അത് ഞാൻ എന്നെ കണ്ടോണ്ടപ്പോ ആദ്യം മക്കളെ തിരിച്ചു കൊണ്ടുവന്ന് ഈ ഒരു ആക്ഷൻ സീക്വൻസ് അത് ഇൻവോൾവ് ചെയ്യിക്കാന്ന് പറയുന്നത് അതൊരു ആ തീരുമാനം എന്താണ് വന്നത് എനിക്ക് അതാ പറഞ്ഞു. ഈ സ്റ്റോറിക്കകത്ത് അത് ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ഈ ആക്ഷൻ രസമായിരിക്കും, അതുകൊണ്ട് ഫോഴ്സ്ഫുള്ളി ഇത് അങ്ങോട്ട് കൊണ്ട് ഈ ആക്ഷൻ ഇത് കൊള്ളാലോ പരിപാടി കൊള്ളാവുന്നതുകൊണ്ട് നിർബന്ധിച്ച് അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ കൊണ്ട് ഇടുവാണ്. ആക്ഷൻ രസമായതുകൊണ്ട് നമ്മൾ ഒരുപാട് ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. നമ്മൾ ഇതെങ്ങനെ അവിടെ വന്നു എന്ന സംഭവം ലോജിക്കൊക്കെ നമ്മൾ മറക്കുകയാണ്. അത് ഇഷ്ടംപോലെ ലോജിക്കൽ ഫ്ലോസ് ഉണ്ട്. മറ്റേ ആ പോലീസുകാർ ഈ കുട്ടികളൊക്കെ ഇറങ്ങുന്ന എല്ലാവരും ഇങ്ങനെ നോക്കിയേക്കും, പോലീസുകാർ നാട്ടുകാരും എല്ലാം. കുട്ടികൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് ഒരിക്കലും പ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു സീൻ. അതൊക്കെ എത്ര വലിയ ആക്ഷൻ ആണെന്ന് പറഞ്ഞാലും ആ സീൻ എടുത്ത് ട്രോൾ ചെയ്യും. അപ്പൊ അങ്ങനത്തെ സീക്വൻസ് കുറച്ചുണ്ട് ഇതിനകത്ത്. ഈ പടവും ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഈ ആക്ഷൻ സീക്വൻസ് ഫോക്കസ് അവര് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നവരും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കുന്നത് ഇതിന്റെ. ഇപ്പൊ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ഈ ആക്ഷൻ സീൻ കാണാനായിരിക്കും. ബാക്കിയുള്ള എലമെന്റ് നമുക്കറിയാം. നമ്മൾ അതാ പറഞ്ഞത്, നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടും കൂടെയാണ് ഇപ്പം ആ എലമെന്റിലേക്ക് വന്നാൽ ഇപ്പൊ ഹോങ്കോങ് ആക്ഷൻ സിനിമ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇവരുടെ കൊറിയോഗ്രാഫിയും ഈ പടത്തിൽ എന്ത് പുതിയ, ഇപ്പൊ നമ്മൾ കുറച്ച് കാലം മുമ്പ് വരെയുള്ള ഒരു മേജർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ വൈഡ് ആംഗിൾ ക്യാമറയും ഫാസ്റ്റ് മൂവ്മെന്റ്സ്, ഈ ക്യാമറ പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ഇങ്ങനെ നമ്മളൊരു ഡാൻസിങ് പോലെ ഒരു കൊറിയോഗ്രഫിയാണ് നമ്മൾ കാണുന്നത്. ഫൈറ്റ് പവർഫുൾ ആയിരിക്കും ഇവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ, അവർക്ക് അറിയാവുന്നുണ്ട് ആ ഒരു ടൈമിംഗ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പക്ഷെ എന്നാലൊരു ഇതിനകത്ത് കുറച്ചുകൂടി ഒരു കൊറിയോഗ്രഫിക്ക് ഒരു എന്താ പറയുക അൺപോളിഷ്ഡ്നെസ് ഉണ്ടായിരുന്നു. അതൊരു പുതുമയാണ്. അതായത് ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് അങ്ങനെ അല്ലാതെ ഒരു ഇത് ശരിക്കും ഇതിന്റെ ഇടയ്ക്ക് ഫൈറ്റ് നടന്നിട്ടുള്ള ഒരു ഫീൽ ഉണ്ട്. അതെ, അതായത് നമ്മള് ഇനിഷ്യലി കാണുമ്പോഴൊക്കെ ഈ ഫൈറ്റ് ഇങ്ങനെ ഈ സ്റ്റേജിൽ പെർഫെക്റ്റ് അല്ല. അതിനൊരു ഒന്നിങ്ങനെ മറ്റേ ഇങ്ങനെ ഒരു കൂട്ടത്തോട് അടി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ സിനിമയിൽ എങ്ങനെ ഓരോരുത്തരായിട്ട് ഓടി വരുന്നു, അവരെയൊക്കെ ഇടിച്ചു, അങ്ങനെ വരുമ്പോഴത്തേക്കും നടക്കുന്ന ഒരു ബഹളം ഉണ്ടല്ലോ. ആ ഒരു കൊറിയോഗ്രഫിയിൽ ആ ഒരു കേയോസ് ഉണ്ട്. മാത്രമല്ല ഇപ്പം നമ്മളൊരു കിക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ അതിനൊരു ക്ലെൻലിനെസ് ഉണ്ടാവാറുണ്ട്. ആ കിക്ക് ക്ലിയർ ആയിട്ട് കാണണം, മറ്റയാളുടെ കറക്റ്റ് തലയൊന്നും അത് നമ്മളെല്ലാം കാണുന്നുണ്ട്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു കിക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ സൈഡിൽ നിൽക്കുന്ന ഒരു ബോട്ടിൽ തട്ടിത്തെറിപ്പിക്കുക, അവിടെയുള്ള സാധനങ്ങൾ, അങ്ങനെ മറ്റേ ഒരു ബഹളമുണ്ട്, ഒന്നും ക്ലീൻ അല്ല. കാരണം അപ്പം നമുക്കൊരു ബിലീവബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ
മറ്റേ ഇനിഷ്യലി കുറച്ച് ഫൈറ്റ് സീക്വൻസ് എനിക്ക് അതിൻ്റെ പ്രസൻറ്റേഷൻ കുറച്ച് കണ്ടുമടുത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. ആ ലോറി ചേസ് ഒഴിച്ചു നിർത്തിയാൽ ആ ലോറി ചേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഭയങ്കര പവറാണ് ആ ഒരു ചേസിനും. പിന്നെ മറ്റേ ഹൾക്ക് ഉണ്ടല്ലോ ഒരുത്തൻ, മറ്റേ ബോൾഡ് ആയിട്ടുള്ള. ആ എല്ലാരും ഹൾക്കാണ് ഇതിനകത്ത്. അതെ അതെ ചാവൂല. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇവരൊക്കെ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുമ്പോഴായി ഇവൻ കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് വരും എന്നുള്ള സെറ്റപ്പിൽ നമ്മളിരിക്കുക. ഇവനെങ്ങനെ മറ്റേ എനർജി സീറോ ആക്കാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളിടയ്ക്ക് കത്തി കൊണ്ട് കൊത്തു കാര്യമില്ല, ഒന്നും ഏൽക്കൂല, ചുറ്റിയേക്ക് തലയടിച്ച് പൊളിച്ചിട്ടും അവൻ. അതായത് എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന കുത്തിനെ മരിക്കത്തുള്ളൂ. അതിനു മുമ്പ് 10,008 കുത്തു കുത്തിയാലും തിരിച്ചു വരാം. പക്ഷേ ലാസ്റ്റ് എഴുത്തുകാരൻ ഉദ്ദേശിക്കണം ഇവിടെ പടം നിർത്താന്ന് പറഞ്ഞൊരു ചെറിയ പേന കത്തി കുത്തിയാലും മരിക്കും. അങ്ങനെയാണ് ഇതിന്റെ പരിപാടി. നമ്മളുടെ എക്സൈറ്റിംഗ് എലമെന്റ് ഇതിന്റെ കൊറിയോഗ്രാഫി. അതല്ലാതെ ഇതിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചാലും ഡിസപ്പോയിന്റഡ് ആവും. വേറെ എന്ത് പ്രതീക്ഷിച്ചാലും ഇതിന്റെ ഫൈറ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. അത്രേ ഉള്ളൂ ഈ പടം. ഫ്യൂരിയസ് ആയി ഇരുന്നാൽ മരിക്കൂല എന്നുള്ള സെറ്റപ്പാണ്. എല്ലാവർക്കും അച്ഛൻ, മകൾ, വൈഫ്, മരണം. മറ്റേ എനിക്ക് ഏറ്റവും ഞാൻ കണക്റ്റായ എലമെന്റ് എന്ന് പറഞ്ഞാൽ വില്ലന്റെ ഭാര്യ മരിക്കുന്നത്. ആ എലമെന്റ് ആണ് എനിക്ക് ഇത് രസമുണ്ട്. ബാക്കിയുള്ളത് മറ്റേ കുട്ടികൾ കിഡ്നാപ്പ് ആവുന്നു, പിന്നെ നായികയെ മകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഓക്കെ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്, ഈ ലൈനാണ് പരിപാടി എന്നറിയാം. എന്ന് പറഞ്ഞാൽ ഇതില് ഈ നായകൻ ഫൈറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഈ പല ക്യാരക്ടേഴ്സും വേറെ ഫൈറ്റിൽ ഇൻവോൾവ് ആവും. അതെ അതെ അതെല്ലാം നമ്മളെ കാണിക്കുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ വില്ലൻ, മെയിൻ വില്ലന്റെ ക്യാരക്ടറിന്റെ ഒരു സീക്വൻസ് ഉണ്ട് ഈ സെക്കൻഡ് ഹാഫിൽ. വൈഫിന്റെ അച്ഛനും. അതെ, അതായത് കുടുംബക്കാരെ ഇങ്ങനെ പുച്ഛത്തോടെ എല്ലാം മറ്റേ ഇങ്ങനെ ഡ്രസ് ഒക്കെ ആയി പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പുച്ഛത്തോടെ. അവസാനം വിരല് കടിച്ചു പറിച്ച് പിന്നെ ഒട്ടു ബഹളമാണ്. മറ്റേ ചോരപ്പുഴ എടുക്കും. ചുമ്മാ വന്നവനെ നിന്നവനെ വഴിയെ പോകാനോ എല്ലാത്തിനും കുത്തും. അപ്പൊ ആ കുത്തിന്റെയും ബഹളത്തിന്റെ ഇടയ്ക്ക് അറിയാതൊരു ആ സംഭവം കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു സീൻ മറ്റു സീനുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു, കുറച്ച് റോ ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഈ പറയുന്ന ക്ലൈമാക്സ് ഇങ്ങനെ ഇങ്ങനെ മാലപ്പടക്കം പോലെ എനിക്ക് ആ ലോറിയെ ചേസ് ചെയ്യുന്ന ഭയങ്കര രസമായിട്ട് തോന്നി. അതിങ്ങനെ ഞാൻ വിചാരിച്ചത് ചേസ് ചെയ്തിട്ട് ലോറി പിടിക്കാൻ പറ്റാതെ അങ്ങനെ അങ്ങ് വിടുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് അവിടെ കിടന്ന് കുറച്ചധികം പവർഫുൾ പരിപാടികൾ. പിന്നെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ജനറിക് ഹോങ്കോങ് പടം ആക്ഷൻ സാധനങ്ങൾ കുറച്ചധികം ഞാൻ കണ്ടു. ആ ഒരു മറ്റേ ആ ബോക്സിംഗ് അതൊക്കെ നമ്മള് കുറച്ചധികം ഒരുപാടുണ്ട് അത്. അപ്പൊ നമ്മളത് ഓക്കെ, അത് ഇങ്ങനത്തെ പടങ്ങളിൽ വരുന്നൊരു സീൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ബൈക്ക്, അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് എലമെന്റ് തുടക്കം തൊട്ടുണ്ട് മറ്റേ അമ്പയിന്ന്. അപ്പൊ അവൻ എവിടെ ഇനി പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ കുട്ടികളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ, പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് അവിടെയാണ്. ഈ ബൈക്ക് സീക്വൻസിന് രസമുണ്ടായിരുന്നു, ആ ബൈക്കിൽ പോകുന്ന പരിപാടി. ഈ പോലീസ് സ്റ്റേഷനിലെ സീക്വൻസ് വരുമ്പോൾ തൊട്ടാണ് എനിക്ക് പേഴ്സണലി ഈ ക്യാമറ വർക്കിൽ ഉൾപ്പെടെ ഒരു ഹൈ ഉണ്ടാവുന്നത്. അതുവരെ എനിക്ക് തോന്നുന്നു കുറച്ച് നോർമൽ പരിപാടിയാണ്. നമുക്ക് അങ്ങനെ അങ്ങ് ഈ പറഞ്ഞ മറ്റേ ഈ മൊട്ടയുടെ തല അടിച്ചു പൊളിക്കുന്ന സീക്വൻസ് ഭയങ്കര ഒരു അവിടെ ഉണ്ട്, നടക്കുന്നുണ്ട്. ഉണ്ട് അവിടെ ഈ പറയുന്ന പോലെ അവിടെ ഇവിടെ രസകരം. പക്ഷെ ഈ ക്ലൈമാക്സ് എത്തുമ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് പോലും എനിക്ക് കണ്ണെടുക്കാൻ തോന്നാത്ത അത്ര കൊറിയോഗ്രാഫി. അത് ഭയങ്കര ലെയറിങ്. അതായത് ഇവിടെ രണ്ടുപേര് ഫൈറ്റ് ചെയ്യുന്നതാണെങ്കിൽ അവന്മാരുടെ മേളിലോ അങ്ങനെ അത് മൊത്തം അതിന്റെ എഫേർട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ തലയിറങ്ങും. രണ്ടുപേര് ഇപ്പറേ നടുക്കൊരുത്തം വെച്ചു, ഇവന് രണ്ടുപേരും ഇരിക്കണം. അതെ അങ്ങനെ. അപ്പൊ അതെല്ലാം രസമാണ്. അത് ഇത്രയും നേരം കൊണ്ട് സെറ്റ് ചെയ്തെടുത്താണ്. എന്നാലും ഒരു സിംഗിൾ ഒരു കട്ടുണ്ട് ഈ 5 പേരുടെയും കണ്ണുകളുടെ, മറ്റേ ഒരു കോമിക് ബുക്കും ഇതുമൊക്കെ കോമിക് സ്റ്റൈൽ. അത് കൂടുതലും ആനിമയിലൊക്കെ കാണുന്ന പരിപാടിയാണ്. അത് ഭയങ്കര ഹൈയാ. പെട്ടെന്ന് ആ സാധനം വരുമ്പോൾ 5 പേര് ഇങ്ങനെ ആരെയാണ് അടിക്കാൻ പോകുന്നത്, എല്ലാവരും അടിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആണെങ്കിലും ഇത് ഭയങ്കര രസമാണ് കണ്ടു. ഇതിന്റെ മേക്കിംഗ് നമ്മൾ എങ്ങനെ ആ സീക്വൻസ് ഇവർ എടുത്തു തീർത്തു എന്നുള്ളത് ഭയങ്കര. അത് കൊറിയോഗ്രാഫി നമുക്ക് കുറച്ച് കട്ടുണ്ട് ഈ ഫൈനിടയ്ക്ക്. ഈ നല്ല എനിക്ക് തോന്നുന്നു ബ്ലഡ് ഷെഡോ അല്ലെങ്കിൽ കുറച്ച് റോ ആയിട്ട് എന്തോ സംഭവിക്കുന്നതൊക്കെ ഇവരൊന്നും അല്പം ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സ്ക്രീൻ ടൈം തരാതെ അല്ലെങ്കിൽ സ്ക്രീനിൽ നിന്ന് അത് കൊടുക്കാതെ സൗണ്ടിൽ മാത്രം പോണ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടോണ്ടെങ്കിൽ ഇത് കട്ടാണ്, ഇവിടെ എന്തോ ഇതിന്റെ ഫൈനൽ പോയി ഇടിക്കുന്ന പോയിന്റ് നമ്മൾ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ത്രൂ ഔട്ട് തോന്നിയായിരുന്നു. അത് മെയിൻലി ആ മറ്റേ നമ്മൾ ഈ അമ്പയിന്ന് വില്ലൻ പോലീസ് സ്റ്റേഷനിലേക്ക് 5 മിനിറ്റ് ഇപ്പൊ എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോകും. പുള്ളി വന്നിട്ട് ഈ അമ്പയുന്ന ഒരുപാട് സ്ഥലത്ത് ചിലതൊക്കെ നമ്മളെ അതേ ഒരു ഫോഴ്സ് സാധനമാണ്, മറ്റേ കറണ്ട് പോയിട്ട് ചുമല കത്തുന്നതൊക്കെ.
പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനത്തെ ഒരു പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ അതുപോലത്തെയും സീക്വൻസ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ എലിമെൻ്റൊക്കെ മാറ്റി നിർത്തിയാൽ ഈ ആക്ച്വൽ കൊറിയോഗ്രഫിയും ഫൈറ്റും ഭയങ്കര രസമായിരുന്നു. പിന്നെ ആ ഒരു മൊമെന്റ് ഒരു പൊടിക്ക് എന്താ പറയുക ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. മറ്റേ ഒരു പോലീസുകാരിയും പുള്ളിക്കാരുടെ അസിസ്റ്റന്റും ഇല്ലേ, അവനെ കൊല്ലുന്ന സീക്വൻസ് ഇല്ലേ, ആ ഒരു എലമെന്റ് അവനെ അമ്പ ചെയ്യുന്നു, പിന്നെ അവൻ തിരിച്ചു വരുന്നു, ആ സംഭവങ്ങൾ രസമുണ്ടായിരുന്നു. പിന്നെ ആ പോലീസുകാരുടെ തലയടിച്ച് പൊളിക്കുന്ന ഒരു കിക്കുണ്ട്, അത് കട്ട് ചെയ്ത് കളഞ്ഞു തോന്നുന്നു. എന്റെ റിയാക്ഷൻ ഷോട്ട് മാത്രമായിട്ടുള്ള അതും വർക്കാണ്, ഓക്കെയാണ് ആ കട്ട്. എന്നാലും ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാവരും ചത്തു കിടന്നു. അതെ, എന്നിട്ട് 3 months ലേറ്റർ കാണുമ്പോൾ 1 month ലേറ്റർ കാണുമ്പോഴത്തേക്കും ചത്തുപോയ കുറച്ച് പേര് തിരിച്ചു വന്നിട്ടുണ്ട്. രണ്ടും ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു ഇവര്. എഡിറ്റിംഗ് ടേബിളിൽ ഞാൻ ചത്തു പോണ്ടേ, ഇവൻ തിരിച്ചു വന്നോട്ടെ, ഇനി സെക്കൻഡ് പാർട്ട് ഇത് വിജയിച്ച സെക്കൻഡ് പാർട്ട് എടുക്കാം. ഇവര് അച്ഛന്റെ കഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ കഥ പറയാനിരിപ്പുണ്ടല്ലോ, അച്ഛനെ പറ്റി ഫ്ലാഷ് ബാക്ക് ഒന്നും അധികം പറയുന്നില്ല. അതെ, അച്ഛൻ കഥ പറയാനിരിക്കുന്നേ ഉള്ളു, താക്കിട്ടോ. സെക്കൻഡ് പാർട്ട് കിടക്കാം. ഇതിന്റെ വേറൊരു വശത്തെ മ്യൂസിക് ഒക്കെ ഉണ്ട്, മ്യൂസിക്കും പരിപാടി ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നുണ്ട്, ബഹളമാണ്. അതെ, നല്ല രസകരമായ കിട്ടാത്ത ആ ഇടി ഇവിടെ കിട്ടി. അവിടെ കൊടുക്കേണ്ട ഇടി പോലും ഇവിടെയാണ്, 2 പടത്തിന്റെ ഇടി ഇതിനകത്തുണ്ട്. ആ ഫുൾ ഇടി ഇതിനകത്ത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഞാൻ ഇന്നൊരു ഇടിപ്പടം കാണുന്നുള്ള ആഗ്രഹം തീർന്നു. മാത്രമല്ല ഫീമെയിൽ ഇടിയുണ്ട്, അത് കൊച്ചു വെച്ചാന്നുള്ളതേ ഉള്ളൂ. ലാസ്റ്റ് പടം എൻഡ് ചെയ്യുമ്പോൾ ഈ കൊച്ചു പിള്ളേർ രണ്ടും കൈ കോർത്ത് ഞാൻ വിചാരിച്ചു ശിശിര കാലിൽ വയ്യാത്ത 2 കൊച്ചു പിള്ളേർ ഇത്രയും മെയിൻ വില്ലനെ കൊച്ചിന്റെ കാലിന്റെ അമ്പിട്ടുണ്ട്, അവൾ ആ കിക്ക് അടിക്കുമ്പോഴത്തേക്കും അത് ഉൾപ്പെടെ വെച്ച് ഞാൻ അതൊന്നും വില്ലൻ താല്പര്യമില്ല. ഞാൻ വീട്ടിൽ പോയി വയലും കൊച്ചാൻ കണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വെട്ടം കണ്ടു കഴിഞ്ഞാൽ പുള്ളിയുടെ വെട്ടം പോയി. അല്ല, പക്ഷെ മറ്റേ ആ പോലീസുകാരി ഒരു കിക്ക് ചെയ്യുന്നത് എന്നെ നല്ല പവറായിരുന്നു. അത് മറ്റേ വില്ലൻ വന്നിട്ട് ഫസ്റ്റ് കിക്കാതാ പുള്ളിയുടെ, അത് പുള്ളിക്കാരി തെറിച്ച് പറന്നുപോയി. പുള്ളിക്കാരി 1 മാസം കഴിയുമ്പോൾ എഴുന്നേറ്റ് അത് പുള്ളിക്കാരിക്ക് പറഞ്ഞ മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് കിട്ടുന്നു. ഇഞ്ചുറീസിലൊന്നും ഒരു കാര്യമില്ല. അത് തുടക്കം ഇവൻ നായകൻ ഓടി പോകുമ്പോൾ ഒരു വണ്ടി വന്ന് ഇടിച്ച് പറപ്പിക്കുന്നുണ്ട്, അതൊരു VFX ഷോട്ടാ, ഇങ്ങനെ തെറിച്ച് തന്നെ വീഴുന്നു. ഞാൻ വിചാരിച്ചു വെറൈറ്റി നായകനെ തുടക്കം ഇവനല്ലേ നായകൻ എന്നൊക്കെ ചിന്തിച്ച പയ്യെ എഴുന്നേറ്റ് പോകുന്നു. എന്താണ് പരിപാടി? കൂളായിട്ട് പോകണം. അവരങ്ങനെ എഴുന്നേറ്റിട്ട് അതിനുശേഷം പുള്ളി പോയി ഐസ് ബക്കറ്റിൽ കാലെടുത്ത് വെക്കുന്നു, കുറച്ച് മറ്റേ പഴയ മോണ്ടി പൈത്തനിലുള്ള ഇറ്റ്സ് ജസ്റ്റ് എ ഫ്ലഷ് വൂണ്ട് എന്ന് പറഞ്ഞ ചെറിയൊരു വൂണ്ട്. പിന്നെ പോയി വീണ്ടും ഫൈറ്റ് ചെയ്യണം. പക്ഷെ അവസാനം നായകൻ തളർന്നു പോകുന്നുണ്ട്, നായകനെ വില്ലനെ എല്ലാരും തളരുന്നുണ്ട്. അവസാനം തളരും, കുറച്ച് ഇച്ചിരി ചോര പോയതല്ലേ ഉള്ളൂ. മറ്റവരെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഈ പടം ഈ ലൈനായി പടം മുട്ട എന്ന് പറഞ്ഞാൽ ഈ ഇടിച്ച ചുറ്റിയ ഒടിഞ്ഞു, ചുറ്റിയൊക്കെ അടിച്ചിട്ട് തെറിച്ചു പോയി. വേറെ കുറേമാരുടെ തലച്ചോർക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് പുള്ളി എഴുന്നേറ്റ് പുള്ളി വരുന്നു ക്ലൈമാക്സിലേക്ക്. പുള്ളിക്ക് 2 പേരും വില്ലന്മാർ, അച്ഛനെ കൊന്നവന്മാരെ ഇടിക്കണം, ഇവന്മാർ ഇടിക്കണം. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് അച്ഛൻ ഇത് നിന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് വിഷയമല്ല, എനിക്ക് ഇടിക്കണം. ഇനി ഇടയ്ക്ക് ഇനി പുതിയ സ്റ്റോറി ഒന്നും ഉണ്ടാക്കണ്ട. പുള്ളിയാണ് എല്ലാവരും വില്ലന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത 3 പേരെ ഉമ്മാരെ എങ്ങനെ തോപ്പിക്കും എന്നുള്ളൊരു ആ സാധനമുണ്ട് ത്രൂ ഔട്ട്. അത് മറ്റവൻ എങ്ങനെ ചത്തെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. അമ്പെയ്ത്തുകാരൻ അത് ക്ലാരിറ്റി വന്നില്ല. കുത്തൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് അമ്പെയ്ത്തുകാരൻ ഒരു റിയാക്ഷൻ ഷോട്ട് ഇല്ലാതെ മരിച്ചുപോയി. അയാളെ ലാസ്റ്റ് എന്താണ് ആ പടം മരിച്ചതിൽ സങ്കടം തോന്നിയത് എനിക്ക് മറ്റേ വില്ലന്റെ വൈഫാ. ഒരു പുള്ളിക്കാരത്തി ഒന്നും അറിയില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടെന്താ മരിക്കുന്നത്, അതെനിക്ക് ഫീലായി. നിങ്ങൾ എന്താ ഈ കാണിച്ചു കൂട്ടിയേ, എന്നെ എന്തിനാ കുത്തിയേ? അപ്പൊ ഇതാണ് നമുക്ക് ഫ്യൂറിയസിനെ പറ്റി പറയാനുള്ളത്. നിങ്ങള് ഇടിപ്പടം കാണാമെന്ന് പഠിച്ചു പോവാണെങ്കിൽ പോയി ഇടിപ്പടം കാണുക. ബ്ലാസ്റ്റ് ഇറങ്ങിയപ്പോഴും നമ്മൾ പറഞ്ഞു അതെന്താണോ മുന്നോട്ട് വെക്കുന്നത് അത് നമുക്ക് തിയേറ്ററിൽ പോകുമ്പോൾ നമുക്ക് കിട്ടും. ഈ ഫ്യൂറിയസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹെവി ഡ്രാമ ഒന്നും പ്രതീക്ഷിച്ചു അതിനകത്ത് കയറരുത്. ഇടിപ്പടം അതാണ്, അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ഡിസപ്പോയിൻമെന്റ് ആണ്. ഇതിൽ കൂടുതൽ ഈ ജോണർ വെച്ച് ചെയ്യാമല്ലോ എന്നൊക്കെ ഉള്ളവരുണ്ടാവും. നമുക്കും അങ്ങനെ ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ ഇതിനകത്തെ കൊറിയോഗ്രഫി കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമയൊന്നും അല്ല. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ. അല്ലേ, നല്ല ആളും ഉണ്ടായിരുന്നു നമ്മൾ രാത്രി പോയിട്ട്. അതായത് ഇപ്പൊ ഈ പടത്തിന് അത്യാവശ്യം ഒരു നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. ആക്ച്വലി മായിണ്ടി ബംഗാൾ ഇവിടെ ടിക്കറ്റ് ഇല്ലാഞ്ഞിട്ടാ നീ കൊച്ചി വന്ന് കണ്ടത്. നടക്കാത്തോണ്ട് കൊച്ചി പോയി കണ്ടത്. ഇതിന് നല്ല ആള് രാത്രിത്തെ ഷോ. അപ്പോൾ പടം കാണാത്തവർ
തിയേറ്ററിലേക്ക് പോകും, ആക്ഷൻ കണ്ട് ആസ്വദിക്കും.